ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിന് ശേഷം വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രണ്ടാമത് പ്രൊജക്ട് സാന്ത്വനം ക്ലിനിക് ആൻഡ് പാലിയേറ്റീവ് ഹോം കെയർ പ്രവർത്തനം ആരംഭിച്ചു. വാഴക്കുളത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള നിർധനരായ രോഗികൾക്ക് സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷൻ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സാന്ത്വനം ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രണ്ടാമത് പ്രോജക്ട് സാന്ത്വനം ക്ലിനിക് ആൻഡ് പാലിയേറ്റീവ് ഹോം കെയർ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ്സിൽ പ്രവർത്തനം ആരംഭിച്ചു. വാഴക്കുളത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള നിർധനരായ രോഗികൾക്ക് സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷൻ നൽകുകയെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് സാന്ത്വനം ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ സാന്ത്വനം ക്ലിനിക്കിന്റെയും IMA കൊച്ചി പ്രസിഡന്റ് ഡോക്ടർ അതുൽ ജോസഫ് മാനുവൽ സാന്ത്വനം പാലിയേറ്റീവ് ഹോം കെയറിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. സെപ്റ്റംബർ ആദ്യം മുതൽ ഓരോ ആഴ്ചകളിൽ നെഫ്രോളജി, ഒഫ്താൽമോളജി, മെന്റൽ ഹെൽത്ത് ഉൾപ്പെടെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരാണ് സാന്ത്വനം ക്ലിനിക്കിൽ സൗജന്യ സേവനം നൽകുന്നത്. വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സിജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മഞ്ഞളോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നിട്ടാമക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സമൂഹത്തിൽ വിവിധ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി നഴ്സിംഗ് കെയർ നൽകുക, കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ പാലിയേറ്റീവ് ഉപകരണങ്ങൾ സൗജന്യമായി നൽകുകയും ഉപയോഗശേഷം അത് തിരികെ എടുക്കുകയും ചെയ്യുന്ന സേവനങ്ങളാണ് സാന്ത്വനം പാലിയേറ്റീവ് ഹോം കെയർ നൽകുന്നതെന്നും ക്ലിനിക്കിൽ ഡോക്ടേഴ്സിന്റെ സേവനം ലഭിക്കുന്ന ദിവസവും സമയവും പൊതുജനങ്ങളെ അറിയിക്കുന്നതാണെന്നും വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സിജു സെബാസ്റ്റ്യനും സെക്രട്ടറി അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറയും പറഞ്ഞു. പരിചയമില്ലാത്ത ഒത്തിരിയേറെ മുഖങ്ങൾ കണ്ടു എന്നുള്ളത് ഈ നാട് എന്താണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആഘോഷങ്ങളും ഉത്സവങ്ങളും വലിയ പണം ചിലവാക്കി ഗാനമേളകളും അല്ലെങ്കിൽ കാർണിവലുകളും ഒക്കെ നടത്താൻ നമുക്ക് ആർക്കും കഴിയും. പക്ഷെ നമ്മളുടെയൊക്കെ വീടുകളിലേക്ക് നമ്മളുടെ ആളുകൾ, നമ്മുടെ കാരണവന്മാര്, മക്കള്, കിടപ്പ് രോഗികളെ ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ സഹായം, അത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് അവസരം തന്നിട്ട് അത് വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ പാപമായിരിക്കും അതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മനുഷ്യനെ കടന്നു ചെല്ലാവുന്ന അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും മനസ്സിന് സന്തോഷം നൽകുന്ന, ഒന്നും തിരിച്ചാഗ്രഹിക്കാതെ സന്തോഷം നൽകുന്ന ഒരു പ്രവർത്തനമാണ് ഈ പാലിയേറ്റീവ് കെയർ ആണെങ്കിലും അതുപോലെ ഡയാലിസിസ് സെന്റർ ആണെങ്കിലും നിർവഹിക്കുന്നത്. സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കുടുപ്പുമടം, ആരക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പൊതൂർ, കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിനി മനോജ്, ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് ജീമോൻ പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺ കളമ്പുകാട്ട്, വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ സാജു ടി ജോസ്, ടെക്നിക്കൽ അഡ്വൈസർ ഡോക്ടർ മാത്യൂസ് നമ്പേലി, ടെക്നിക്കൽ കൺസൾട്ടന്റ് ഡോക്ടർ സോണി ജെയിംസ്, വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടോമി തോമസ് വർഗീസ് താണിക്കൽ, പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ, ജിജി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.